വെൽക്കം ടു നെക്സോയിന ടോക്സ്. ഇന്ന് നെക്സോയിന ടോക്സിൽ ബെറ്റർ കോൾ സോളിൻ്റെ സീസൺ 1 എപ്പിസോഡ് 5 ആയ ആൽപൈൻ ഷെപ്പേർഡ് ബോയെ കുറിച്ചാണ് പറയുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കം കഴിഞ്ഞ എപ്പിസോഡിൽ ഹീറോ ആയ ജിമ്മിയുടെ അടുത്ത ഘട്ടങ്ങളാണ് കാണിക്കുന്നത്. ജിമ്മിക്ക് കുറെ ക്ലയന്റുകൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഓരോ ക്ലയന്റിനെയും വിസിറ്റ് ചെയ്യുന്നതാണ് തുടക്കത്തെ എപ്പിസോഡുകൾ. പക്ഷേ ജിമ്മിയുടെ മിക്ക ക്ലയന്റുകളും വിചിത്ര സ്വഭാവമുള്ളവരായിരിക്കും. അതായത് ഒരാൾ സ്വന്തമായി രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്നയാൾ, മറ്റൊരാൾ കുട്ടികൾക്കുള്ള ടോയ്ലറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നയാൾ, അങ്ങനെ വിചിത്രമായ ക്ലയന്റുകളെ കൊണ്ട് നിരാശപ്പെട്ട അദ്ദേഹത്തിന് ആദ്യമായിട്ട് വരുമാനം ലഭിക്കുന്നത് സ്ട്രോസ് എന്ന ഒരു അമ്മൂമ്മയുടെ അടുത്ത് നിന്നാണ്. അതായത് പുള്ളിക്കാരത്തിയുടെ കയ്യിൽ ധാരാളം പ്രതിമകളുണ്ട്, ചെറിയത്. അതിലൊന്നാണ് ആൽപൈൻ ഷെപ്പേർഡ് ബോയ്. അതുപോലെയുള്ള പ്രതിമകൾ ആർക്ക് നൽകണമെന്ന വിൽപത്രം തയ്യാറാക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരി വിളിക്കുന്നത്. ഇത് ജിമ്മിയുടെ ഒരു കേസിന്റെ പോക്കിലൊരു വഴിത്തിരിവാകുന്നു. കാരണം അദ്ദേഹം പ്രായമായവർക്കുള്ള കേസ്, അതിലേക്ക് തൻ്റെ പ്രവർത്തന മേഖല കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ഈ കേസോട് കൂടിയാണ്. അങ്ങനെ തൻ്റെ ആകെയുള്ള ഒരു ലുക്കൊക്കെ അദ്ദേഹം മാറ്റുന്നുണ്ട്. പുതിയ ഒരു കോട്ടൊക്കെ അതിനു വേണ്ടി നിർമ്മിക്കുന്നുണ്ട്. അതായത് അമേരിക്കൻ ഒരു ഏതൊരു സീരീസിലെ ഒരു ക്യാരക്ടറിനെ പോലെ അദ്ദേഹം സ്കെച്ചൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചക്കിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. ചക്ക് മറ്റേ ആൽബക്കുറുക്കി ജേണൽ എടുക്കാൻ പുറത്തു പോകുമല്ലോ, അത് അയൽപക്കക്കാർ കണ്ടിട്ട് പത്രം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും. എന്നാൽ പോലീസുകാർ വരുമ്പോൾ വൈദ്യുതിയും ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരാൾ എന്ന വിചിത്രമായ ഒരാൾ പോലെ ചക്കിനെ കാണുകയും അവർ വീട് തകർത്ത് കിടക്കുകയും ചെയ്യും. ഇത് ചക്കിന് മാനസികമായിട്ടുള്ള ആഘാതം ഉണ്ടാക്കുകയും പുള്ളിയെ പോലീസുകാർ ഹോസ്പിറ്റലാക്കുകയും ചെയ്യും. ഇതേസമയം ജിമ്മിയും കിമ്മും ജിമ്മിയുടെ ഓഫീസിലായിരിക്കും. ജിമ്മിയും കിമ്മും കൂടി ചക്കിനെ ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്നു. അവിടെ വെച്ച് ജിമ്മി മനസ്സിലാക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ മാനസികമായ വൈകല്യമാണ്, അല്ലാതെ വൈദ്യുതിയെ അദ്ദേഹത്തിന് ശാരീരികമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ സഹോദരൻ്റെ സന്തോഷമാണ് ആഗ്രഹിച്ചത്. കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് അയക്കാതെ അദ്ദേഹം തൻ്റെ സഹോദരനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് മൈക്കിൻ്റെ ഒരു ദിവസത്തെ ദിനചര്യകളും, അദ്ദേഹം ഒരു ലേഡിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും, പിന്നീട് സ്വന്തം വീട്ടിലെ ദിനചര്യകളും, അതിനിടയിൽ 2 പോലീസുകാർ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളുമാണ് കാണിക്കുന്നത്. അതായത് മൈക്കിൻ്റെ എന്തോ ഒരു ജീവിതത്തിൽ ദുരൂഹമായ സാഹചര്യങ്ങളായിരിക്കാം അടുത്തുള്ള എപ്പിസോഡുകളിൽ ഇനി കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് ഈ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നത്.